ഒരു രാത്രി കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മരുഭൂമിയിലെ ചുട്ടുപൊയ്ത്ത മണലിൽ ഒരു തോട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിഹസിക്കുമായിരിക്കാം. എന്നാൽ പുരാതന അറേബ്യയിലെ ഒരു നിഗൂഢ കഥയ്ക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. ഈ വീഡിയോ നിങ്ങളുടെ ക്ഷമയെയും അധ്വാനത്തെയും കുറിച്ച് കാഴ്ചപ്പാടുകൾ മാറ്റുക തന്നെ ചെയ്യും. 3 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഷമീർ, ഷഹീദ്, അൻവർ. അവർക്ക് ഒരു വൃദ്ധനായ മുനി 3 കറുത്ത വിത്തുകൾ നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വിത്തുകളാണ്. പക്ഷേ ഇത് മുളക്കണമെങ്കിൽ മരുഭൂമിയിലെ ഏറ്റവും വരണ്ട ഭാഗത്ത് കൊണ്ടുപോയി നട്ടു നനയ്ക്കണം. ഷമീർ, അയാൾ ക്ഷമയില്ലാത്തവനായിരുന്നു. വിത്ത് നട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ അത് കുഴിച്ചെടുത്ത് നോക്കി. മുളയില്ലാത്ത വിത്തിനെ അയാൾ ശപിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ പറ്റിച്ചിരിക്കുകയാണ്. ഷഹീദ്, അയാൾ കുറച്ചു ദിവസം നനച്ചു. പക്ഷേ മണലിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, ഇതെന്നെ പറ്റിക്കാൻ വേണ്ടി ആ വൃദ്ധൻ ചെയ്ത ഒരു തട്ടിപ്പാണ്. അയാൾ ആ മണലാരുണ്യത്തിൽ നിന്ന് മടങ്ങിപ്പോയി. അൻവർ, അയാൾ തളർന്നില്ല. വെയിലിലും കാറ്റിലും അയാൾ ആ മണലിൽ വെള്ളമൊഴിച്ചു കൊണ്ടേയിരുന്നു. നാട്ടുകാർ അയാളെ നോക്കി പരിഹസിച്ചു. മണലിൽ വിത്ത് നടുന്ന വിഡ്ഢി എന്ന് അവർ വിളിച്ചു. വിസ്മയം. മാസങ്ങൾക്കു ശേഷം ഒരു രാത്രി വലിയൊരു മഴ പെയ്തു. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ അൻവർ നനച്ച ഭാഗത്തു നിന്ന് സ്വർണ്ണ നിറത്തിലുള്ള ഒരു ചെടി ഉയർന്നു വന്നിരിക്കുന്നു. ആ ചെടിയുടെ പൂക്കൾക്ക് വളരെയധികം വില ഉള്ളതായിരുന്നു. ആ ചെടിയുടെ പൂക്കൾ വിലപിടിപ്പുള്ള സ്വർണ്ണ രത്നങ്ങളായിരുന്നു. ആ ചെടിയുടെ പൂക്കൾ വിലപിടിപ്പുള്ള രത്നങ്ങളായിരുന്നു. സുഹൃത്തുക്കളെ, ഈ വിത്ത് നമ്മുടെ സ്വപ്നങ്ങളാണ്. അദൃശ്യമായ വളർച്ച. വിത്ത് മണ്ണിനടിയിൽ വളരുന്നത് ആരും കണ്ടിട്ടില്ല. നിങ്ങളുടെ അധ്വാനവും തുടക്കത്തിൽ ആരും കാണണമെന്നില്ല. ഒരുപക്ഷെ ഉള്ളിൽ വളർച്ച നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ അധ്വാനം എവിടെയും പരിസപ്പെടുത്താതെ അധ്വാനിച്ചു കൊണ്ടേയിരിക്കുക. പരിഹാസം. ലോകം നിങ്ങളെ പരിഹസിച്ചേക്കാം. അൻവർ ചെയ്തതുപോലെ ലക്ഷ്യത്തിന് മാത്രം ശ്രദ്ധിക്കുക. ലക്ഷ്യം നേടുക തന്നെ ചെയ്യും. ക്ഷമ. വിജയം എന്നത് ഒരു രാത്രി കൊണ്ട് ഉണ്ടാകുന്നതല്ല. സമീറിനെ പോലെ ധൃതി കാണിച്ചാൽ വലിയ നിധികൾ നമുക്ക് നഷ്ടമാകും. നിങ്ങളുടെ ഉള്ളിലെ വിത്ത് മുളപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇതിലും വിചിത്രമായ ഒരു കഥയുമായി കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.